ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. കോഴിക്കോട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ആരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ, മോളൂസ്, ഉമ്മ, പിന്നെ സജിനി, ഓളെ മക്കളും. ഓഡിറ്റോറിയം എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങളൊന്ന് അന്വേഷിക്കേണ്ടി വന്ന് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. താലികെട്ടൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ നോക്കിയിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. സദ്യ അതിനിട്ട് അവിടെ ഉണ്ടായിന്. കല്യാണത്തിന് നല്ലോണം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടായിന്. ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇലയിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഓല് നേരത്തെ വിളമ്പി വെച്ചതായിന്. അപ്പോൾ ഈ ചക്കരച്ചോറ് എന്താണെന്ന് എനിക്ക് അറിയാലോ, അതെനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ അതൊക്കെ കഴിച്ച്. സദ്യ ആയതുകൊണ്ട് കൊച്ചുവിന് അത് വലിയ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നുണ്ട്. ഓന് വലിയ മൂഡില്ല കേട്ടോ കഴിക്കാൻ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു സദ്യ കഴിക്കുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഈ 2 പായസം, അതിലൊരു പായസം എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ കുടിച്ചില്ല. പിന്നെ കൊച്ചുവിനും ആ പായസം വേണ്ടാന്ന് പറഞ്ഞ് ഓനും കുടിച്ചില്ലേ. അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനോട് ചെക്കനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ 3 ഇതാ ഈ ഒരു മീനിൻ്റെ കുളം കണ്ടുപിടിച്ചത്. കുറച്ച് നേരം അതിലുള്ള മീനുകളെയൊക്കെ നോക്കി അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് മോളൂസിന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിലെത്തിയാൽ പിന്നെ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി തിന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കടുക്ക പൊരിച്ചതും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും ഒക്കെ വാങ്ങി. ഉമ്മച്ചി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് വാങ്ങി കഴിച്ച്. ഞങ്ങളെല്ലാവരും കൂടി സർവത്തും വാങ്ങി കുടിച്ചിട്ടോ, സോഡ സർവത്ത്. കല്യാൺപുരേന്ന് പള്ളറച്ച് തിന്നിട്ട് വന്നതാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഇവൽക്കൊക്കെ ഭയങ്കര വിശപ്പും ദാഹമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് കടൽ കാണാൻ പോകാമെന്ന് വിചാരിച്ച് എല്ലാം വാണ്ടിയെ വാങ്ങിക്കൊടുത്ത് അത് കഴിഞ്ഞ് നേരെ കടലിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്താണ് മൂത്തമ്മയും മോളും മക്കളും കൂടി അങ്ങോട്ട് വന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ബീച്ചിലേക്ക് എത്തുമ്പോഴേക്കിനും ഓലോട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കോളാൻ പറഞ്ഞാണ്. പക്ഷേ ഓല് കുറച്ച് നേരം വൈകി വരാൻ. പിന്നെ ഇപ്പോഴായാലും ബീച്ചിൽ വന്നവർക്ക് മനസ്സിലാക്കിയോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നലുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ പുതിയ പുതിയ പീടികകളൊക്കെ വന്നതിന് ശേഷം നമ്മളെ ബീച്ചിന് പഴയ പോലത്തെ ഒരു വൃത്തി ഇപ്പം ഇല്ലാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിൻ്റെ അടുക്കത് അമ്ലു കടയിൽ നിന്ന് മീനിനെയൊക്കെ പിടിച്ച് വന്ന് കിട്ടും. ഓനെ എവിടെ നിന്നായാലും ഓന് മീനിനെ പിടിക്കാൻ എന്തോ ഒരു കഴിവുണ്ട് പ്രത്യേകം. അപ്പോൾ ഓനെ മീനിനെയൊക്കെ കിട്ടിക്ക് വലിയതായിനെങ്കിൽ നമുക്ക് കൊണ്ടുപോയി പൊരിച്ച് തിന്നതിനും. അവിടുന്ന് പിടിച്ച മീനിനെ അമ്ലു ഇതാ ഇവിടുന്ന് ഒരു കവറിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബീച്ചിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ബീച്ചിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനം കൂടി വരെ എല്ലാവരും കൂടി വാങ്ങി കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറി. കുറേ ആളുള്ളത് കൊണ്ട് തന്നെ 2 ഓട്ടോറിക്ഷയിൽ കയറിയിട്ടോ. ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലും മൂത്തമ്മയും മോളും ഒക്കെ മറ്റേ ഓട്ടോറിക്ഷയിലും കയറി. ഇതാ തൊട്ട ബേക്കിൽ തന്നെ പോലെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ നേരെ മാനാഞ്ചിറക്കാണ് കേട്ടോ പോയത്. കുറച്ച് നേരം മക്കളെല്ലാവരും കൂടി അവിടുന്ന് കളിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ് മൂത്തമ്മയും മോളും നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഞങ്ങളും നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ ശരി.